പോകുന്ന വഴിക്ക് അതാ ഒരു കോട്ട കാണുന്നു. പോയി നോക്കാം എന്ത് കോട്ടയാണ് എന്താണെന്നൊക്കെ. നമ്മളിങ്ങനെ പോണ വഴിക്ക് ഒരു കോട്ട കണ്ടതാ. ഹൈവേ കൂടി അങ്ങനെ പോകുമ്പോൾ അപ്പോൾ ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാന്ന് വെച്ചു. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോട്ട ആണ്. ഇവിടുന്നേ തുടങ്ങി അതിൻ്റെ കെട്ടുമതിലുകൾ. ടിപ്പുവിൻ്റെ കോട്ട ആയിരിക്കും. ടിപ്പുവിൻ്റെ ആണോന്ന് അറിയില്ല. ആരുതായാലും ഇതാ ഉണ്ടോ കോട്ട. പോയി നോക്കാം. കയറാൻ പറ്റുമോ എന്താണ് എങ്ങനെ ഒന്നും അറിയില്ല കേട്ടോ. പോയി നോക്കാം. കോട്ട നമ്മൾ പ്രതീക്ഷിച്ചതല്ല, യാദൃശ്യമായിട്ട് കണ്ടപ്പോൾ അങ്ങനെ തന്നെ കേട്ടോ. ഒക്കെ യാദൃശ്യമായിട്ട് കാണാം, അവിടേക്ക് പോവുക, അത് കാണാം. ബസ്സുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നു കോട്ട കാണാൻ വന്നത്. അപ്പം ഇത് തന്നെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പോയി നോക്കട്ടെ. ഇത് യാര കോട്ട? കോട്ട യാരത്? ഇത് பிரிட்டிஷ் காலத்துல கட்டப்பட்ட கோட்டை. கோட்டை. இது வெள்ளிய கோட்டை. அது வெள்ளிய கோட்டை பெருசா? அது பெருசுதான். உங்க என்ன என்ன இருக்கு உள்ள? இப்போ ஃபர்ஸ்ட் என்ட்ரன்ஸ் போனோடனே இப்போ கீழே கார்டனிங் இருக்கும். அதுக்கப்புறம் மேலே போக போக கொஞ்சம் ஹைட் ஏறும், படியெல்லாம் இருக்கும். கொஞ்சம் வயசானவங்களால ஏற முடியாது. அப்ப நமக்கு ஏற முடியும், நம்மளால ஏற முடியும். நம்ம கடைசி வரைக்கும் போனோம்னா அட் லாஸ்ட் எண்ட்ல இன்னொரு மேலே ஏறுற மாதிரி இருக்கும். இப்போ நீங்க பாக்குறீங்களா அந்த இதுல வந்து சுத்தி ஒரு பேரிகேட் மாதிரி இருக்கும். அதுக்கு மேல தான் இந்த பிரிட்டிஷ் யூஸ் பண்ண வெப்பன்ஸ் இருக்கும். அது பேர் வந்து பீரங்கின்னு சொல்லுவாங்க. அதுக்குள்ள ஒரு லார்ஜ் அயன் பால் குண்டை போட்டு அது வந்து நம்ம சுதந்திரத்துக்கு போராடுறப்ப பிரிட்டிஷ் யூஸ் பண்ணாங்க. அதை ஃபர்ஸ்ட் நம்ம தமிழர்கள் தான் அதை வச்சு யூஸ் பண்ணாங்க. அவங்கள்ட்டேருந்து பிரிட்டிஷ் கைப்பற்றிக்கிட்டாங்க. ஓகே ஓகே. அப்போ உங்க உள்ள போயிட்டு பார்க்கட்டேன். அங்கே நல்ல கோட்டை. அது பேர் இருக்கா கோட்டைக்கு? இந்த கோட்டைக்கு பேர் இருக்கா? மலைக்கோட்டை. என்ன? திருமயில் மலைக்கோட்டை. திருமயில் மலைக்கோட்டை. ராக் ஃபோர்ட். ஓகே சரி, தேங்க்யூ. பேர் என்ன? சஞ்சீவ் கௌஷிக். உங்க பேரு? கௌஷிக். ஓகே ஓகே, தேங்க்யூ. நீங்க எங்க இருந்து? கேரளா இருந்து வருது. கேரளா. ஓல் இந்தியா. கேரளா. இவங்க பாலக்காடு. இங்க என்ன? மலைக்கோட்டை. எல்லாம் பாலக்காடு. இந்த இடத்துல யாரு அம்மா இருக்கா? அப்பா அம்மா. ശരി, ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ റോഡ് ഹൈവേയിൽ ഇങ്ങനെ പോയിക്കൊണ്ട് പോകും. കണ്ട ഒരു കോട്ടയാണ്. അതിൻ്റെ മുകളിൽ കയറി ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കോട്ടയാണത്. തിരുമലൈക്കോട്ടை. ഫുള്ള് സ്റ്റെപ്പാ. മേലോട്ട് കയറി പോകാനുള്ള അടിപൊളിയായിരിക്കും. തിരുമലൈക്കോട്ടை. വെള്ളം ഇവിടെ ഉണ്ട്. ഇന്നത്തെ സേഫ്റ്റി കിണറായിരിക്കും അത്. അരമണിക്കൂർ കാണാണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അരമണിക്കൂറൊന്നും കാണാണ്ടായിട്ടില്ല. ഇതൊക്കെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. തിരുമലൈക്കോട്ടை ഫുള്ള് സ്റ്റെപ്പാണ്. ഞങ്ങൾക്ക് കയറി വരാനുള്ള. നമ്മൾ ആ ഭാഗത്തു കൂടെ കയറി വന്ന്. പക്ഷേ ഇതിലെ ഒരു വഴി ഇവിടെ കാണുന്നുണ്ട്. അവിടെ വേറെ എന്തൊക്കെ ഉണ്ട്. നമുക്ക് ഇതിലൊന്ന് ഇറങ്ങി നോക്കാം, നല്ല മനസ്സിലാവും. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന ശേഷം ഇവരൊക്കെ കയറി പോണതാ. ഇവിടെ ഒരു ശിവൻ്റെ ക്ഷേത്രമാണിത്. ഓടും അതുപോലെ നെറ്റിലിടരുത് ഇത്. അപ്പോൾ ശിവൻ്റെ ഒരു കോവിലാണിത് കേട്ടോ. ഇവരെ அது சரிதான்.
എங்கே இருந்தாலும் கடவுள் பார்க்கும், പക്കത്ത് പോകണമെന്നില്ല. ഒരു കടവുൾ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല. ചേച്ചിക്ക് അതിൻ്റെ മുകളിൽ കൂടെ കയറി പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കടവുൾ എവിടെ ഇരുന്നാലും നമ്മളെ കാണുന്നവർ. റിസ്ക്കാണ് അതിൻ്റെ മുകളിൽ കയറി. റിസ്ക് ഇതാ സ്റ്റെപ്പ്. ആ അപ്പോൾ തിരുമല കോവിൽ അതിപ്പോൾ കണ്ടത് തിരുമല. ഇത് ഇവിടെ ഒരു ചെറിയൊരു ഗുഹ ഉണ്ട് ഇതിനുള്ളിൽ. ഇവിടെ വീടൊക്കെ ഇതായിരുന്നു എന്നാക്കി തോന്നുന്നു കണ്ടിട്ട്. ഒരു കോട്ടാണ്, ഇത് പൂട്ടിയിട്ടതാണ്. ഓക്കെ, കൂടുതൽ വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ചെറുങ്ങനെ. നമുക്ക് കാണാൻ കഴിയില്ല. കോട്ട ഇതാണത്. കോട്ടാണ് കണ്ടു. ഇനിയുണ്ട് അടുത്ത്. നടന്നു പോകുമ്പോഴാണ് എത്തുക. കഴിഞ്ഞ് ഇതന്നെ ഉള്ളൂ. കോട്ടെ നമ്മൾ റെസ്റ്റ് എടുത്താലും കംഫർട്ടല്ല. അതിലൂടെ നമ്മൾ കയറി വന്ന സ്ഥലം ആണ് എൻ്റെ എൻട്രൻസ്. അപ്പോൾ തിരുമലൈക്കോട്ടെ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. തിരുമലൈക്കോട്ടയൊക്കെ നമ്മൾ കണ്ട്. അപ്പം ഒരു നല്ല രസമുള്ളൊരു അടിപൊളി കോട്ട. ഒരു ചെറിയൊരു സ്വാമീൻ്റെ അമ്പലമുണ്ട്. സ്വാമിയല്ല, ശിവക്ഷേത്രമുണ്ട്. ശരിയാണോ? ഓക്കെ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ നല്ല ഇവിടെ പോകും. ഇവിടെ നല്ലൊരു കുളമുണ്ട്. അപ്പം നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാം. പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഓരോന്ന് കാണാനുണ്ടാവും. നല്ലൊരു കുളം. ഓക്കെ, തിരുമലൈക്കോട്ടെ. ബായ്.